إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിച്ചു വരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിനുണ്ടായ വ്യാപ്തിയെ സംബന്ധിച്ചാണ്. അതായത് ഭൂമിശാസ്ത്രപരമായി ഇസ്ലാമിക നാടുകൾക്കുണ്ടായ വികാസം. അതിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ അവസാനിപ്പിച്ചത് പേർഷ്യയിലേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനത്തെ സംബന്ധിച്ചായിരുന്നു. ഹിജ്റ 12 മുതൽ അല്ലെങ്കിൽ 13 മുതൽ 23 വരെയുള്ള ദീർഘമായ 10 വർഷവും പിന്നീട് 6 മാസവും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലമായിരുന്നു. ഭരണമേറ്റെടുത്തത് മുതൽ വഫാത്താകുന്നത് വരെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിൻ്റെ കാര്യത്തിൽ മറ്റു ഖലീഫമാരെ പോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും ബദ്ധശ്രദ്ധനായിരുന്നു എന്നത് നമ്മൾക്ക് ആ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷാം രാജ്യങ്ങളിലേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനമാണ്. 1-2 ആഴ്ചകൾക്ക് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ചും ഫലസ്തീനെ സംബന്ധിച്ചുമൊക്കെയുള്ള വളരെ ആഴമേറിയ ഒരു പഠനം നമ്മളുടെ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ മദീനി ഇവിടെ നടത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം വേഗത്തിൽ ഷാമിലൂടെ കടന്നു പോകാം. ആ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒന്നാമതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഷാമിലേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനം ആരംഭിച്ചത് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. ഷാമിനെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാപരമായി അതല്ലെങ്കിൽ അവിടെയുള്ള സാമൂഹികപരമായി അറബികളുമായി നല്ല ബന്ധമുള്ള പ്രദേശമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ലോകത്തെ നശിപ്പിച്ച മഹാപ്രളയം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കപ്പൽ വസ്തവത്ത് അലൽ ജൂതി പർവ്വത നിരകളിലാണ് അത് ചെന്ന് പതിച്ചത്. അത് നങ്കൂരമിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ഇറങ്ങിയത് എവിടെയാണ്? അറാറത്ത് പർവ്വതനിരകളിലെ ജൂതി കൊടുമുടിയുടെ മുകളിലാണ്. അതുള്ളത് തുർക്കിയിലാണ്. തുർക്കിയുള്ളത് ഷാമിനോട് ചേർന്നാണ്. യൂറോപ്പിൻ്റെ പ്രവേശന കവാടമാണ് തുർക്കി. അവിടെ നിന്നാണ് പിന്നീട് രണ്ടാമതായി മനുഷ്യകുലം വ്യാപിക്കുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാമിൻ്റെ മക്കളാണ് അറബികളും യൂറോപ്യൻസും. നമ്മൾ മുമ്പ് അതിലേക്ക് സൂചന നൽകിയിരുന്നു. അങ്ങനെ ചരിത്രം പറയുന്നു. ഹാമിൻ്റെ മക്കളാണ് നമ്മളുടെ വല്യുപ്പ, നമ്മളും ആഫ്രിക്കൻസുമൊക്കെ. യാഫിസിൻ്റെ മക്കളാണെന്ന് പറയപ്പെടുന്നു ചൈനക്കാരും തുർക്കികളുമൊക്കെ. അതേപോലെ യജൂജുമൊക്കെ അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഏതായിരുന്നാലും മനുഷ്യകുലം അവിടെ നിന്ന് വ്യാപിക്കാൻ ആരംഭിക്കുകയാണ്. എവിടെ നിന്ന്? ഷാമിൽ നിന്ന് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഷാമിലുള്ള മിക്ക പ്രദേശങ്ങളും 10,000-കണക്കിന് വർഷം മുമ്പ് തന്നെ മനുഷ്യവാസമുണ്ടായതും മനുഷ്യന്മാർ തലമുറകളായി പടുത്തുയർത്തിയ നാഗരികതകളുടെ അവശിഷ്ടങ്ങളുമാണ്. പേർഷ്യയിലേറെ പഴക്കം ചെന്നതാണ് ഷാമിലെ പല പ്രദേശങ്ങളും. ഒരുപക്ഷെ ബൈത്തുൽ മുഖദ്ദസിലേറെ പഴക്കം ചെന്ന പ്രദേശങ്ങൾ അവിടെയുണ്ട്. ഹലബ് എന്ന പേരിൽ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ആലപ്പോ, ലോക നാഗരികതയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരവും മനുഷ്യരും ജീവിച്ചിരുന്ന പ്രദേശമാണത്. അതേപോലെ തന്നെയാണ് അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം. മനുഷ്യന്മാർക്ക് അല്ലാഹു ഏറ്റവും ബറക്കത്തും ഐശ്വര്യവും ചെയ്ത പ്രദേശമാണ് അതെല്ലാം.
അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് ഒരുപാട് തരത്തിൽ അള്ളാഹു ചൊരിഞ്ഞിരുന്നു. ബൈത്തുൽ മുഖദ്ദിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ പറയുന്നത് അവിടെയുള്ള ഫലങ്ങൾക്ക് വെള്ളം നനച്ച് തേവി നനയ്ക്കേണ്ട കാര്യമില്ല. ബൈത്തുൽ മുഖദ്ദസിലുള്ള ജെയ്ത്തൂനാവട്ടെ മറ്റു പഴവർഗ്ഗങ്ങളാവട്ടെ രാത്രിയിലുള്ള മഞ്ഞിലൂടെയാണ് അത് കാര്യമായി കായ്ക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് അവർക്കതിലൂടെ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ മനുഷ്യന്മാർക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ നിയോഗിതരായിട്ടുള്ളത് ആ പ്രദേശങ്ങളിലേക്കാണ്. അവരുടെ ദൗത്യവും അവിടെ തന്നെയായിരുന്നു. ഷാം എന്ന് പറയുമ്പോൾ ആധുനിക സൗദി അറേബ്യയുടെ വടക്ക് ഭാഗം അൽ ഈസ് എന്ന് പറഞ്ഞ പ്രദേശം നിങ്ങൾക്കറിയാം. തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള അൽ-ഉല കേട്ടിട്ടുണ്ടാവും. ആ പ്രദേശം മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഈ നാഗരികതയുടെ വ്യാപനം. അതുകൊണ്ട് തന്നെ അറബികളും അവരും തമ്മിൽ ബന്ധമുണ്ട് കുടുംബപരമായി. പിന്നീട് അവിടുന്ന് ആളുകൾ വ്യാപിച്ച് യമനിലായിരുന്നു കാര്യമായി അറബികൾ ഉണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും അവർ തിരിച്ച് ഷാമിലേക്ക് തന്നെ പോയിട്ടുണ്ടാവാം എന്നൊക്കെ ചരിത്രം പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷാം ആ പേരിനെ സംബന്ധിച്ചൊക്കെ ക്ലാസ്സുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. ഷാം എന്ന വലതുഭാഗം, ഇടതുഭാഗം, കാബയുടെ ഇടതുഭാഗം എന്ന അർത്ഥത്തിലാണ് ഷിമാൽ എന്നൊക്കെ പറയുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാമിലേക്ക് ചേർത്തുകൊണ്ടാണ് ഷാം എന്ന പേര് വന്നത് എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരെ കാണാൻ പറ്റും. ഏതായിരുന്നാലും അതൊന്നും അത്ര ഗൗരവമായ ചർച്ചയിൽപ്പെട്ടതല്ല. ഇസ്ലാമിക വിജയങ്ങൾ അവിടെ ആരംഭിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിജറ 12 മുതൽ ഹിജറ 19 വരെ ഉണ്ടായ യുദ്ധങ്ങളാണ്. അബൂ ഉബൈദ് അൽ ജറാഹ്, ഖാലിദ് ബിൻ വലീദ്, അതേപോലെ യസീദ് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെയായിരുന്നു അതിന് കാര്യമായി നേതൃത്വം വഹിച്ചിരുന്നത്. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന സിറിയ അല്ലെങ്കിൽ ഷാം അവരുടെ വിശ്വാസപരമായും സാമൂഹികപരമായുള്ള ചുറ്റുപാട് വിഗ്രഹാരാധനകരായിരുന്നു. മക്കയിലേക്ക് തന്നെ വിഗ്രഹാരാധന എത്തിയത് സിറിയയിൽ നിന്നാണ് അല്ലെങ്കിൽ ഷാമിൽ നിന്നാണ്. അംർ ഇബ്നു ലുഐ വിഗ്രഹവുമായി വന്നത് അവിടെ കച്ചവടത്തിന് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കണ്ടിട്ടാണ് അവിടുന്ന് ഒരു ചെറിയ വിഗ്രഹക്കുട്ടിയെ അയാൾ മക്കയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അയാൾ നരകത്തിൽ കിടന്ന് തിരിയുന്നത് ഞാൻ കണ്ടു, എനിക്ക് കാണിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഒരു ജനതയെ ഒന്നടങ്കം വിഗ്രഹാരാധനയിലേക്ക് നയിച്ച പാപം അയാൾ പേറുന്നത് കാരണമാണ് അദ്ദേഹത്തിന് അങ്ങനെ അയാൾക്ക് നരകത്തിൽ അങ്ങനെ ശിക്ഷ ലഭിക്കുന്നത്. സാമൂഹ്യപരമായി വിഗ്രഹാരാധകരായ ആളുകൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന റോമൻ രാജാവ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കുസ്തന്തീനിയ ആസ്ഥാനമായി ഭരിച്ചിരുന്ന ആളുകളാണ്. അവർ ക്രിസ്തുമതം സ്വീകരിച്ചു. അവരാദ്യമുണ്ടായിരുന്നത് ഗ്രീക്കുകാരുടെയൊക്കെ മതത്തിൽ വിഗ്രഹാരാധകരും സൂര്യാരാധകരും ഒക്കെയായ മതക്കാരായിരുന്നു. അതുതന്നെ ഹിജറ അല്ലെങ്കിൽ AD 326 കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നത്. അതോടുകൂടി അയാൾ പ്രഖ്യാപിച്ചു രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മതവും ക്രിസ്തുമതമാണ്. അതിനുശേഷം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളായി വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു. നമുക്കറിയാം, യഹൂദന്മാരും ഈ റോമാക്കാരും ചേർന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളെ ക്രൂരമായി ശിക്ഷിച്ചിരുന്നു, പീഡിപ്പിച്ചിരുന്നു. ഈസാ നബിയെ തന്നെയും അവർ വധിച്ചതായിട്ടാണല്ലോ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ക്രിസ്തുമതത്തിന് വലിയ വളർച്ചയുണ്ടായി. അത് ശരിയായ മതം ഉണ്ടായിട്ടുണ്ട്, പിന്നെ അവർ മാറ്റിത്തിരുത്തിയ മതം ഉണ്ടായിട്ടുണ്ട്. ഈ ചക്രവർത്തിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമുഖനായ ശിഷ്യന്മാരെന്ന പേരിൽ പിന്നീട് വന്ന ബോലിസ് എന്ന അറബിയിൽ പറയുന്ന ഷാവൂൽ, എന്താണ് അയാളുടെ പേര്? ഷാവൂലിന് നമ്മൾ പറയുന്ന പേര് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദീന് മാറ്റിയ സെൻറ്റ് പോൾ, ഷാവൂൽ എന്നാണ് അറബിയിൽ അദ്ദേഹത്തിനെ പറയാറുള്ളത്. അയാൾ പ്രചരിപ്പിച്ച ദീനാണ് പിന്നീട് ക്രിസ്തുമതമായി വന്നത്. അതുതന്നെയും പിന്നെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ അല്പം മാറ്റിയിട്ട് ഒരു മെർജ് ചെയ്ത മതം, പഴയ വിഗ്രഹാരാധനയുടെയും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മതങ്ങളിൽ ദീനിൽ നിന്ന് അല്പമൊക്കെ എടുത്തിട്ട് ചേർന്ന ഒരു സങ്കര മതമാണ് എല്ലാവർക്കും പറ്റിയ രൂപത്തിൽ അയാൾ പിന്നീട് വ്യാപിപ്പിച്ചത്. ഏതായിരുന്നാലും അതിന് വലിയ വ്യാപനം ലഭിച്ചു. അതുകൊണ്ട് തന്നെ അറബികളിൽപ്പെട്ട ഒരുപാട് ഗോത്രങ്ങൾ ഒന്നടങ്കം ക്രിസ്ത്യാനികളായി മാറി. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് കാലഘട്ടത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നു.
ഷാം ഭാഗത്ത്, അതായത് ജസീറയുടെ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ഖുദാഅ ഗോത്രക്കാർ, കെൽബ് ഗോത്രക്കാർ, അതേപോലെ തന്നെ പല ഈ തബൂക്ക്, അതൊക്കെ ശരിക്കും ക്രൈസ്തവന്മാർക്ക് ഒന്നടങ്കം അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളൊക്കെ ക്രിസ്തുമതം സ്വീകരിച്ച് അതിലേക്ക് പരിവർത്തിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിയോഗിതനായി ഇസ്ലാം മതം വ്യാപിച്ചതോടുകൂടി അവർക്ക് ചെറിയ വെപ്രാളം ആരംഭിച്ചു. ഒന്ന്, അറബികളാണ് മദീനയിലും മക്കയിലുള്ള ആളുകൾ. അവരുടെ ബാക്കി കുടുംബപരമായി ബന്ധമുള്ള ആളുകളാണ് സിറിയയിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഷാമിൻ്റെ പല ഭാഗത്തും, ഷാമിൻ്റെ തെക്ക് ഭാഗം, അറേബ്യയുടെ വടക്ക് ഭാഗത്ത് ജീവിക്കുന്നത്. രണ്ടാമതായി, പുതിയ പ്രവാചകനാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ തുടർച്ചയെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് വിവരം കിട്ടുന്നുണ്ട്. രണ്ടാമത്, കച്ചവടവുമായി ദിനേന ബന്ധപ്പെടുന്ന ആളുകളാണ് ഷാം രാജ്യങ്ങളിലെ ആളുകളും മക്കയും മദീനയിലും ജീവിക്കുന്ന ഹിജാസിലെ ആളുകളും തമ്മിൽ. റിഹലത്തെ ഷിതായി വസൈഫ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏതൊരു ചലനവും സ്വാഭാവികമായും ഷാമിനെ സ്വാധീനിക്കുക തീർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് പരസ്യമാവാൻ തുടങ്ങിയതോടുകൂടി ഈ കാര്യം റോമൻകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്ന് നിലവിലുണ്ടായിരുന്ന റോമക്കാർ കിഴക്കൻ പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ്. ബൈസന്റൈൻ ഭരണകൂടം എന്നാണ് അവരറിയപ്പെടുന്നത്. അവരുടെ തലസ്ഥാനം ഉണ്ടായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. ഇന്ന് തുർക്കിയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലാണ്, തുർക്കിയിലാണ് രാജ്യമുള്ളത്. നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും. ബൾഗേറിയ എന്ന രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് അവരുടെ തലസ്ഥാനം മാറ്റി റോമിൽ നിന്ന്, റോമായിരുന്നു തലസ്ഥാനം, ഇങ്ങോട്ട് മാറ്റാനുള്ള കാരണം പേർഷ്യക്കാരുമായുള്ള യുദ്ധത്തിൽ റോമാക്കാർ വിജയിക്കുകയും പിന്നീട് കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടിയും രാജ്യത്തിൻ്റെ നിയന്ത്രണം പരിപൂർണമാകാൻ വേണ്ടിയൊക്കെയാണ് തലസ്ഥാനം തന്നെ ബൈസന്റൈൻ ചക്രവർത്തിമാർ മാറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തിനെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധ പതിയുകയും അതെങ്ങനെയെങ്കിലും തടയണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഹിജ്റയുടെ 6-ാം വർഷം ഹുദൈബിയ സന്ധിക്ക് ശേഷം, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയുടെ പരിസരത്തുള്ള മുഴുവൻ രാജാക്കന്മാർക്കും കത്ത് എഴുതുകയുണ്ടായി. ഹിറക്കൽ ചക്രവർത്തിക്ക് എഴുതിയിരുന്നു, അതേപോലെ ബുസ്രായിലെ ഗസ്സാൻ രാജാവിന് എഴുതിയിരുന്നു. അങ്ങനെ അതൊക്കെ സഹാബിമാരാണ് കൊണ്ടുപോയി കൊടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രമുഖന്മാരായ സഹാബിമാരുടെ അടുക്കലായിരുന്നു ആ എഴുത്ത് ഏൽപ്പിക്കുകയും കൊടുത്തു വിടുകയും ചെയ്തിരുന്നത്. പേർഷ്യക്കാർക്ക് കൊടുത്തയച്ചിരുന്നു, അതേപോലെ ബഹ്റൈൻ രാജാവിന് കൊടുത്തയച്ചിരുന്നു, നജാഷിക്ക് കൊടുത്തയച്ചിരുന്നു. അറിയപ്പെടുന്ന രാജാക്കന്മാർക്ക് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കത്ത് കൊടുത്തിരുന്നു. അങ്ങനെ കത്തയച്ചു കൊടുത്ത് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ബുസ്രയിലുണ്ടായിരുന്ന ശുറഹ്ബീൽ ബിൻ അംർ അൽ ഗസ്സാനി. അത് അറബ് രാജവംശമാണ്. ബൈസന്റൈൻ ഭരണകൂടം ചക്രവർത്തിമാരുടെ കീഴിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരാണ്. ബുസ്രയിലുണ്ടായിരുന്ന ഗസ്സാൻ രാജാവ് റോമക്കാരുടെ കീഴിലുള്ള. അദ്ദേഹത്തിന് അയച്ച കത്തുമായി പോയ ഹാരിസ് ബിൻ ഉമൈർ അൽ അസ്ദി, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, റളിയല്ലാഹു അൻഹുവിനെ അവർ പിടിക്കുകയും വധിച്ചു കളയുകയും ചെയ്തു. നമുക്കറിയാം, നയതന്ത്ര പ്രതിനിധികളെ വധിക്കുക എന്നുള്ളത് ഒരു ഘട്ടത്തിലും മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിലില്ല, അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നത്. പക്ഷേ ഇവരതിന് മുതിർന്നു. അയാൾ കലി കയറി ഈ സഹാബിയെ വധിച്ചു കളഞ്ഞു. അവരിൽ നിന്ന് പ്രതികാരം സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅത്ത യുദ്ധം അതിലേക്ക് സഹാബിമാരെ നിയോഗിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ അത്ര വലിയ സൈനിക നീക്കം ആദ്യമായിട്ടാണ് ഉണ്ടായത്. മുഅത്തയിലേക്ക് നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖാലിദ് റളിയല്ലാഹു അൻഹു അവസാനമായി പതാക ഏറ്റെടുത്തു. അങ്ങനെയാണ് അവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. വലിയ ആൾനാശവും അതേപോലെ തന്നെ പ്രയാസവും വിശ്വാസികൾക്ക് മുഅത്ത യുദ്ധത്തിൽ സംഭവിച്ചിരുന്നു. റോമക്കാർ പിൻവാങ്ങി. പിന്നീട് അതിനടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് തന്നെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയായിരുന്നു? ഗസ്സാൻ രാജാവിനോടും അതേപോലെ റോമാക്കാരോടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ റോമുമായുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. അവർ മുസ്ലിങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനവും ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ കാര്യം നമ്മൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ദീൻ പഠിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവും ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും തമ്മിൽ യോജിപ്പിലെത്തുകയും ഒരു ദിവസം ഇത്ബാൻ പോകും, അടുത്ത ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പോകും. അങ്ങനെ ഓരോരുത്തരും പോയ ദിവസം പോകാത്ത സുഹൃത്തിന് എന്തൊക്കെയാണ് മദീനയിൽ നടന്ന കാര്യങ്ങൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഇത്ബാൻ ഓടി വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിലിൽ മുട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം പേടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ഗസ്സാൻ രാജാവ് ആക്രമിച്ചോ
എന്ന് ചോദിക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ത്, ഗസ്സാൻ രാജാവ് മദീനയെ ആക്രമിക്കുന്നുണ്ട്. ഇത് ഹിജ്റയുടെ 6-ാം വർഷത്തിലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ വളരെ നേരത്തെ തന്നെ ഗസ്സാൻ രാജാവ് മുസ്ലിങ്ങളെ ആക്രമിക്കുമെന്നൊരു ഭയവും ഭീതിയും അവിടെ നിലനിന്നിരുന്നു. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ സൂചിപ്പിച്ചതായിരുന്നു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന് പോകാതെ മാറി നിന്നു, പിന്തിരുന്ന വ്യക്തിയാണ്, മുത്തഖല്ലിഫീങ്ങളിൽപ്പെട്ട. അദ്ദേഹത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം വിലക്ക് ഏർപ്പെടുത്തി, സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മദീനയിൽ സൂക്കിലൂടെ, ആരും അദ്ദേഹത്തിനോട് സംസാരിക്കാറില്ല, നടന്നു പോകുമ്പോൾ നബത്തികളിൽപ്പെട്ട ഈ പ്രദേശങ്ങളിലൊക്കെ ജീവിച്ച ആളുകളുടെ പേരാണ് നബത്തികൾ എന്നാണ് അവരെ ചുരുക്കപ്പേരിൽ അറിയപ്പെടാറുള്ളത്. ഈ സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം, അതേപോലെ ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം, പെട്ര എന്നറിയപ്പെടുന്ന ജോർദാനിലെ ആ നാടുകളിലൊക്കെ ജീവിച്ച ആളുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്, നബത്തികൾ എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന. അപ്പോൾ നബത്തികളിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് കഅബ് ബിൻ മാലിക്? അപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാ കഅബ് വരുന്നു എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു ലെറ്റർ ഏൽപ്പിക്കുകയാണ്. ഗസ്സാൻ രാജാവിൻ്റെ കത്തായിരുന്നു അത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. നിങ്ങളുടെ നേതാവ് നിങ്ങളെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയ വിവരം ഞങ്ങൾ അറിഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ സഹായിച്ചോളാം. അപ്പോൾ 5-ാം പത്തിക്കുള്ള പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റോമാക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേർഷ്യക്കാർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ റോമാക്കാരുമായി ഒരു സംഘട്ടനത്തിൽ ഏർപ്പെടുകയല്ലാതെ വഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് എല്ലാ നിലക്കും മുസ്ലിങ്ങൾ എത്തിയിരുന്നു. ഇത് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള കാരണം, ഇസ്ലാമിക യുദ്ധങ്ങളൊക്കെ ആളുകളുടെ സ്വത്തും സമ്പത്തും പിടിച്ചെടുക്കാനുള്ള, അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള പടനീക്കങ്ങളായിരുന്നു എന്ന് ഇന്നും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏതൊരു രാജ്യവും മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ നാട്ടുനടപ്പനുസരിച്ച്, രാജ്യങ്ങൾക്കിടയിലുള്ള പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് അനുവദനീയമാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ചും ആ സഹാബിയെ, എഴുത്തുമായി പോയ സഹാബിയെ വധിച്ചു എന്ന കാര്യം, ദൂതനെ. ഇങ്ങനെയൊക്കെയാണ് മദീനയിലുണ്ടായിരുന്നത്. തബൂക്ക് യുദ്ധത്തിലും മുസ്ലിങ്ങൾ വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ റോമക്കാരുമായി ഒരു പൂർണ്ണമായ ഒരു യുദ്ധവും വിരാമവും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അതേപോലെ ജാഫർ ബിൻ അബി താലിബ്, അവരൊക്കെ അവിടെ ഷഹീദായ വ്യക്തികളാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഉസാമയെ തന്നെ കമാൻഡറാക്കിക്കൊണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ റോമക്കാരുമായി പോരാടാൻ വേണ്ടി സൈന്യത്തെ ഏർപ്പെടുത്തി. അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ പിതാവിൻ്റെ ഘാതകന്മാരെ പോയി നിങ്ങൾ വധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചത്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഉസാമ റളിയല്ലാഹു അൻഹു ജോർദാനിൻ്റെ ഭാഗത്തേക്കാണ് പടനീക്കം നയിച്ചത്. അവിടെ പോവുകയും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ആളുകളെ തന്നെ, ആ പട്ടാളക്കാരെ തന്നെ വധിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. വളരെ വിജയത്തോടു കൂടിയാണ് ആ സൈന്യം മടങ്ങി വന്നത്. അപ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാവുകയും അതിനുശേഷമാണ് ആ പടനീക്കങ്ങളൊക്കെ ഉണ്ടായത്. വലിയ ചർച്ചകളൊക്കെ നമ്മൾ ആ സമയത്ത് വിശദീകരിച്ചിരുന്നു. ഏതായിരുന്നാലും ഉസാമ റളിയല്ലാഹു അൻഹു മടങ്ങി വന്നതിന് ശേഷം മുർത്തദീങ്ങളെ അമർച്ച ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൈമ എന്ന് പറയുന്ന ആധുനിക സൗദി അറേബ്യയിലുള്ള പ്രദേശമാണ്, തൈമയുടെ ഭാഗത്തേക്ക് നിയോഗിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞത്, റോമാക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്രമണം വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. പെട്ടെന്നൊരു സൈനിക നീക്കം എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിർത്തി കാവലായിരുന്നു അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന ജോലി. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റിയത്, റോമ രാജാവ് മുസ്ലിങ്ങൾ ആക്രമിക്കാനുള്ള വലിയ പടനീക്കം നടത്തുന്നതാണ്. അതിനുള്ള സൈനിക റിക്രൂട്ട്മെൻറ്റും പരിശീലനവും ഒക്കെ നടത്തുന്നതായിട്ടാണ്. ഈ കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയിച്ചു. അദ്ദേഹം പ്രമുഖരായ 4 സഹാബിമാരുടെ നേതൃത്വത്തിൽ യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ ദിമഷ്കിലേക്ക്, അബൂ ഉബൈദ അൽ ജറാഹിനെ ഹിംസിലേക്ക്, അതേപോലെ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഫലസ്തീനിലേക്ക്, അതേപോലെ ശുറഹ്ബീൽ ബിൻ ഹസന റളിയല്ലാഹു അൻഹുവിനെ ജോർദാനിലേക്ക്, ബൽക്കായിലേക്ക്, ജോർദാനിലെ പ്രദേശമാണത്. ഇങ്ങനെ 4 സൈനിക വിഭാഗങ്ങളെ തയ്യാറാക്കുകയും അവരോട് പടനീക്കം നടത്താൻ കൽപ്പിക്കുകയും ചെയ്തു. അവർക്ക് പിന്തുണയായി ഒരു സൈനിക സപ്പോർട്ട് എന്ന നിലയിൽ ഇക്രിമ ഇബ്നു അബി ജഹൽ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 4000 വരുന്ന
ഒരു സൈന്യത്തെയും ഇഹ്തിയാത്തായി റിസർവ് സൈന്യവുമായും അവരുടെ കൂടെ നിയോഗിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. അവരവിടെ എത്തിയപ്പോഴേക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹു റോമാക്കാരുമായി യുദ്ധത്തിലേർപ്പെടുകയും മുസ്ലിങ്ങൾക്ക് വലിയ നാശം സംഭവിക്കുകയും ചെയ്തു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ തന്നെ ആ ഖാലിദ് ബിൻ സയ്യിദ് ബിൻ ആസനെയാണ് പറയുന്നത് ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്ത ചരിത്രമൊക്കെ നമ്മൾ ചെറുതായി ആ സമയത്ത് അത് പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിരുന്നു. പിന്നീടാണ് 4 സഹായിമാരുടെ നേതൃത്വത്തിലുള്ള 4 സൈന്യം അവിടേക്ക് എത്തിച്ചേരുന്നതും അവർ റോമൻ രാജാവിൻ്റെ പ്ലാൻ അനുസരിച്ച് അവർ മുസ്ലിങ്ങളെ ഓരോ സൈനിക വിഭാഗങ്ങളെയും പ്രത്യേകം ആക്രമിച്ച് നശിപ്പിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഈ വിവരം അറിഞ്ഞതോടുകൂടി ഇറാഖിൽ നിന്ന് പേർഷ്യക്കാരുമായി പോരാടിക്കൊണ്ടിരുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കുകയും ഷാമിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം 3 ദിവസത്തെ യാത്ര കൊണ്ടാണ് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടാണ് പേർഷ്യയിൽ നിന്ന് ഷാമിലേക്ക് എത്തിയ ചരിത്രമൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നു. അതോടുകൂടി മുസ്ലിങ്ങളുടെ യുദ്ധതന്ത്രം മാറ്റി. അങ്ങനെയാണ് യർമൂക്ക് യുദ്ധം അവിടെ ഉണ്ടാകുന്ന കാര്യം നമ്മൾ വിശദീകരിച്ചത്. 4 സൈനിക വിഭാഗങ്ങൾ ഷാമിലേക്ക് നിയോഗിച്ചിരുന്നു. അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് യർമൂക്ക് എന്ന സ്ഥലത്ത് വെച്ച് റോമക്കാരുമായി ഏറ്റുമുട്ടിയത്. ലക്ഷക്കണക്കിന് പടയാളികൾ അല്ലെങ്കിൽ 1 ലക്ഷത്തോളം റോമൻ പടയാളികളാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. മുസ്ലിങ്ങളിൽ നിന്ന് 3000 പേർ ഷഹീദായി. പ്രമുഖരായ ഒരുപാട് സഹായന്മാർ ആ യുദ്ധത്തിലുണ്ടായിരുന്നു എന്നൊക്കെ ആ സമയത്ത് നമ്മൾ വിശദീകരിക്കേണ്ടതാണ്. യർമൂക്കുള്ളത് നമ്മൾ കാണാൻ പറ്റും, യർമൂക്കിൻ്റെ മാപ്പ്. അതിനുശേഷം യർമൂക്ക് യുദ്ധത്തിന് ശേഷം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോഴേക്ക് 2 വീക്ഷണങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. ഒന്ന്, യർമൂക്ക് യുദ്ധം സംഭവിച്ച വർഷം നമ്മൾ ഇവിടെ പരിഗണിച്ചിട്ടുള്ളത് ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് യർമൂക്ക് യുദ്ധം സംഭവിച്ചത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതും ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുക്കുന്നതും. ഏറ്റെടുത്ത അന്ന് തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു വരും. നമ്മളത് പറഞ്ഞിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള സൈനിക വിഭാഗങ്ങളോട് അബൂ ഉബൈദ അൽ ജറാഹിനെയായിരുന്നു സൈനിക കമാൻഡറാക്കി നിശ്ചയിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതുപോലെ 4 വിഭാഗമായി തിരിഞ്ഞ് 4 പ്രദേശങ്ങളിലേക്ക് തന്നെ പോകാനാണ് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത്. അതായത് യസീദ് റളിയല്ലാഹു അൻഹുവിനോട് ദമസ്കിലേക്ക്, അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഫലസ്തീനിലേക്ക്, ശുറഹബീൽ ബിൻ ഹസനയോട് ജോർദാനിലേക്ക്, അബൂ ഉബൈദയോട് ഹംസിലേക്ക്, 4 വിഭാഗത്തോടും ആ രൂപത്തിൽ തന്നെ അദ്ദേഹം കൽപ്പിക്കുകയും അവർ പടനീക്കം നടത്തുകയും ചെയ്തു. അബൂ ഉബൈദ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു ദിമഷ്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് വിവരം ലഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ വലിയ 2 സൈനിക ക്യാമ്പുകളായിരുന്നു. ഒന്ന് ഫലസ്തീനിലായിരുന്നു ഒന്ന്, മറ്റൊന്ന് അന്താക്കിയ എന്ന് പറയുന്ന ബൈബിളിലൊക്കെ അതുമായി സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും പറയുന്ന ഒരു സ്ഥലമുണ്ട്. അന്തോക്കിയ എന്ന് പറയുന്ന അവരുടെ വലിയ വിശുദ്ധ പ്രദേശമായിരുന്നു അത്. അവിടെ വെച്ചാണ് ക്രിസ്ത്യാനികൾക്ക് മസീഹിയീൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്. അന്താക്കിയയിൽ വെച്ചാണ്. അവിടെയാണ് ഒരു സൈനിക താവളമുണ്ടായിരുന്നത്. 2 പ്രദേശങ്ങളിലുമുള്ള സൈനിക വിഭാഗങ്ങളോട് റോമൻ രാജാവ്, അദ്ദേഹം ഹിംസിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്, ഹെർക്കുലിസ് ചക്രവർത്തി, അയാളുടെ കൽപ്പന പ്രകാരം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേരിടാൻ വേണ്ടി പിന്നെ ഫലസ്തീനിൽ നിന്നും നമുക്ക് കൃത്യമായി കാണണമെങ്കിൽ ഫലസ്തീനുള്ളത് തെക്ക് ഭാഗത്താണ്, താഴെ ഖുദ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ അന്താക്കിയുള്ളത് മുകളിലാണ്, ആലപ്പോയുടെ അടുത്താണ്. അതേപോലെ ഹിംസ് അതിനിടയിലാണ്. അപ്പോൾ ഹിംസിൻ്റെ ഭാഗത്തു നിന്നും ഫലസ്തീനിൻ്റെ ഭാഗത്തു നിന്നും ഡമസ്കസിലേക്ക്, ഇതാണ് ദമസ്കസ്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേരിടാൻ വേണ്ടി വലിയ 2 സൈനിക വിഭാഗങ്ങൾ വരുന്ന വിവരം അദ്ദേഹം അറിയുകയും ആ കാര്യം ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഡമസ്കസാണ് ആദ്യമായി പിടിച്ചെടുക്കേണ്ടത്, അതുകൊണ്ട് തന്നെ മറ്റു വിഭാഗങ്ങളിലേക്ക് തിരിയേണ്ടതില്ല എന്ന കൽപ്പന വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ഉബൈദ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു ദമസ്കസിനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ആക്രമിക്കാൻ വരുന്ന സൈന്യങ്ങളെ നേരിടാൻ വേണ്ടി 2 ചെറിയ സൈനിക വിഭാഗങ്ങളെ അദ്ദേഹം നിയോഗിക്കുകയുണ്ടായി. ഒന്ന് ഫലസ്തീനിലേക്ക്, മറ്റൊന്ന് ഹിംസിലേക്ക്. ആ 2 സൈനിക വിഭാഗങ്ങളും
വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും വരുന്ന സൈന്യങ്ങളെ തടയുകയും ദമസ്കസിനെ അബൂ ഉബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം ഉപരോധിക്കുകയും ചെയ്തു. ആ വിവരം അറിഞ്ഞുകൊണ്ട് ബാക്കി 4 സൈനിക കമാൻഡർമാരും ശുറഹ്ബീൽ ബിൻ ഹസന, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും സൈനിക നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെയായിരുന്നു പിന്നീടുള്ള യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതേപോലെ അമർ ബിൻ ആസ് ഫലസ്തീനിൽ നിന്നും, യസീദ് ബിൻ അബി സുഫിയാൻ, അദ്ദേഹം ദമസ്കിലേക്ക് തന്നെ പോകാനുള്ള വ്യക്തിയാണ്. അവർ 4 പേരും ദമസ്കസിലേക്ക് എത്തുകയും ദമസ്കസ് നഗരത്തെ വളയുകയും ചെയ്തു. ദമസ്കസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആലപ്പോയുടെ കാര്യം പറഞ്ഞതുപോലെ 10,000 വർഷത്തെ പഴക്കമുള്ള മനുഷ്യ നാഗരികതയിലെ അടയാളപ്പെടുത്താവുന്ന പ്രദേശങ്ങളിൽപ്പെട്ടതാണ്. വലിയ കോട്ടകളും എമ്പാടും ഭക്ഷണ വിഭവങ്ങളുമൊക്കെ അവരുടെ കോട്ടകളിൽ അവർ ഒരുക്കി വെച്ച കാരണത്താൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അല്പകാലത്തെ ഉപരോധത്തിന് ശേഷം പിൻവാങ്ങുമെന്ന ധാരണയിൽ അവർ കീഴടങ്ങാനോ പുറത്തേക്ക് വരാനോ തയ്യാറായില്ല. മുസ്ലിങ്ങൾ തണുപ്പുകാലം വരുന്നതോടുകൂടി മഞ്ഞുവീഴ്ച ആരംഭിച്ചാൽ പരാജയപ്പെടും എന്ന കണക്കുകൂട്ടലിൽ അവർ കോട്ടയിൽ നിന്നു. അതേപോലെ തന്നെ ഹിംസിൽ അന്നുണ്ടായിരുന്ന ഹിർക്കൽ, അദ്ദേഹം യർമൂക്ക് യുദ്ധത്തിന് ശേഷം ഹിംസിലായിരുന്നു കാര്യമായി ഉണ്ടായിരുന്നത്. ഹിംസിൽ നിന്ന് അദ്ദേഹം സൈന്യത്തെ നിയോഗിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ കോട്ടയിൽ തന്നെ നിന്നു. 4 മാസത്തോളം ദമസ്കസിനെ ഉപരോധിച്ചുകൊണ്ട് ആ കൊടും തണുപ്പിൽ സഹാബിമാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരു ദിവസം മുസ്ലിങ്ങൾ വലിയ പ്രയാസത്തിലായിരുന്നു അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത് എന്നൊക്കെ വിശദമായി ചരിത്രഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികൾ കോട്ടയെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവർ കാണുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഡമസ്കസിലെ കൊട്ടാരത്തിലെ പാത്രിയാർക്കീസ്, അയാൾക്ക് ഒരു കുട്ടി പിറന്നു. അപ്പം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അല്പം വീഞ്ഞു കുടിക്കുക എന്ന പേരിൽ നന്നായി മദ്യം മോന്തുക എന്ന ഏർപ്പാടൊക്കെ ഉള്ളതാണ് ആ കാലത്ത്. അതുകൊണ്ട് തന്നെ കോട്ടയിൽ കുട്ടിയെ ജനിച്ചതിലുള്ള ആഘോഷം നന്നായി അവർ സംഘടിപ്പിച്ചു. എല്ലാവരും മദ്യസേവ നടത്തി. പട്ടാളക്കാരും കാവൽക്കാരുമെല്ലാം കുടിച്ച് ലക്ക് തെറ്റി എന്ന അവസ്ഥയിൽ നിൽക്കുന്ന കാര്യം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക വിഭാഗങ്ങളോട് മുന്നേറാനുള്ള കൽപ്പന നൽകുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കഅബ് ബിൻ അംർ തമീമി, അദ്ദേഹം അവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. എവിടെ നിന്ന്? പേർഷ്യയിൽ നിന്ന്. അദ്ദേഹമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിയ സഹായിമാരിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രമുഖരായ കുറച്ച് ശക്തവാന്മാരായ സഹാബിമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങൾ ദമസ്കസ് കോട്ടയുടെ മുകളിൽ ചെന്ന് തക്ബീർ മുഴക്കിയാൽ നിങ്ങളെല്ലാവരും വരിക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയുടെ ചുറ്റുമുണ്ടായിരുന്നത് തടാകമാണ്. കോട്ടയുടെ വഴിയിലൂടെ അല്ലാതെ ആരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ കണ്ടിരുന്ന, അല്ലെങ്കിൽ പണ്ടുണ്ടാക്കിയത് നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമില്ലാത്ത തടാകങ്ങൾ. ആ തടാകം നീന്തിക്കടന്ന് അവർ ഈ ഹബില് കൊണ്ട്, കയറുകൾ കൊണ്ടുള്ള കോണികൾ നിർമ്മിച്ച് കൊട്ടാരത്തിൻ്റെ ഷുറുഫാത്തുകളിലേക്ക്, പുറത്തേക്കുള്ള വെളിച്ചം വരാനുള്ള ദ്വാരങ്ങൾ, അതിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുകയും തൂങ്ങി കോട്ടയുടെ മുകളിലേക്ക് ഖാലിദ് റളിയല്ലാഹു അതേപോലെയുള്ള മുസ്ലിം പട്ടാളക്കാർ കയറുകയും മതിൽ ചാടിക്കടന്നുകൊണ്ട്, കാവൽക്കാരെ പ്രതിരോധം നേരിട്ടില്ല, അവരെല്ലാവരും മദ്യലഹരിയിലാണ്. പ്രതിരോധിക്കാൻ ശ്രമിച്ച ആളുകളെ വകവരുത്തുകയും കോട്ടയുടെ വാതിൽ തുറക്കുകയും ചെയ്തു. തക്ബീർ ധ്വനികൾ കേട്ടതോടുകൂടി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇസ്ലാമിക സൈന്യം, ഖാലിദ് റളിയല്ലാഹു നേതൃത്വത്തിലുള്ള ആളുകൾ ആ ഭാഗത്തുള്ള ദമസ്കസിൻ്റെ 4 ഭാഗത്തുള്ള കവാടങ്ങളും ഉപരോധിച്ചിട്ടുണ്ട്. നഗരത്തിൻ്റെ, കോട്ടയുടെയല്ല, മൊത്തം പട്ടണത്തിൻ്റെ തന്നെ. അതിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞതോടുകൂടി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ബോധം വന്നു. അവരെല്ലാം അവരുടെ ഭാഗത്തുള്ള വിശ്വാസികളോട് ഞങ്ങൾ സന്ധിക്ക് തയ്യാറാണ്, രഞ്ജിപ്പിന് ചർച്ചയിലേക്ക് നിങ്ങൾ വരണം എന്ന് പറയുകയും അബൂ ഉബൈദുൽ ജറാഹ് ഉൾപ്പെടെയുള്ള സഹായിമാരോട്, അവർ ഈ കാര്യം അറിയുന്നില്ല, ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തുള്ള കോട്ടയുടെ കവാടത്തിലൂടെ അല്ലെങ്കിൽ നഗര കവാടത്തിലൂടെ വിശ്വാസികൾ കയറിയവരും അവരറിയുന്നില്ല. അവരോട് പറയുകയും ചെയ്തു, ഉപരോധം കൊണ്ട് പ്രയോജനമില്ല, നമ്മൾക്ക് യോജിപ്പിലെത്താം, അതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന കാര്യം അവരറിയിക്കുകയും രഞ്ജിപ്പിലെത്തുകയും ചെയ്തു. ഖാലിദ് റളിയല്ലാഹു അൻഹു പ്രതിരോധിക്കുന്ന ആളുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് ആ രംഗത്തേക്കാണ് നഗരത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത്
രണ്ട് വിഭാഗവും തമ്മിൽ കണ്ടുമുട്ടി. സഹാബിമാർക്കിടയിൽ തന്നെ തർക്കമുണ്ടായിരുന്നു. അവർ കീഴടങ്ങിയവരാണോ അതല്ല യുദ്ധത്തിലൂടെ തോൽപ്പിച്ചവരാണോ? അങ്ങനെ ചർച്ചയുണ്ടാകാനുള്ള കാരണം പിന്നീട് അവരോടുള്ള പെരുമാറ്റത്തിലും വ്യത്യാസം ഉണ്ടാവും. കീഴടങ്ങിയ ആളുകളാണെങ്കിൽ അതിനുള്ള നിയമം വേറെയാണ്. യുദ്ധത്തിലൂടെ തോൽപ്പിക്കപ്പെട്ടവരാണെങ്കിലോ അതിനുള്ള പെരുമാറ്റവും അവരോടുള്ള ഇടപാടുകളും വേറെയാണ്. അങ്ങനെ സഹായിമാർ അവർ രഞ്ജിപ്പിലെത്തിയത് പകുതി ബന്ദികളായി പിടിച്ച ആളുകളുടെ നിയമവും പകുതി കീഴടങ്ങിയ യുദ്ധം ചെയ്യാത്ത ആളുകളുടെ നിയമവുമാണ് അവർക്കെതിരെ നടപ്പാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിസിയ അവർക്ക് ചുമത്തി അവരെ വധിക്കുകയോ അവരുടെ സ്വത്തും സമ്പത്തും പൂർണ്ണമായി പിടിച്ചെടുക്കുകയോ ചെയ്തില്ല. മറിച്ച് അതിൻ്റെ പകുതിയാണല്ലോ സുൽഹിലൂടെ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പകുതി നിയമമാണ് അവർക്കെതിരെ നടപ്പാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു പ്രദേശത്തും വിശ്വാസികൾ ചെയ്യാത്തതുപോലെ തന്നെ അവിടെയും അവരുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ ചർച്ചുകളോ തകർക്കുകയോ അവരെ വധിക്കുകയോ ചെയ്തിട്ടില്ല. ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവശേഷിക്കുന്ന 15 ചർച്ചുകളുടെ പേര് അതിൻ്റെ സ്ഥലങ്ങളും വിശദമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇമാം ഇബ്നു കസീർ ദമസ്കസുകാരനാണ്. അതുകൊണ്ട് തന്നെ ആ ദമസ്കസിൽ അന്ന് നിലനിൽക്കുന്ന 15ഓളം ചർച്ചുകൾ മുസ്ലിങ്ങളെ യുദ്ധം ചെയ്ത് അമ്പലങ്ങളും ചർച്ചുകളും പൊളിക്കലായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സ്വത്ത് പിടിച്ചെടുക്കലായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള ജീവിക്കുന്ന മറുപടികളാണ് അത്തരം അമ്പലങ്ങളും ചർച്ചുകളുമൊക്കെ ക്ഷേത്രങ്ങളുമൊക്കെ ഇന്നും അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോഴും ഹലബിലുണ്ട്, മറ്റു പ്രദേശങ്ങളിലെല്ലാം സിറിയയിലുണ്ട്, ലബനാനിലുണ്ട്. അവിടെയൊക്കെ പള്ളിയും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ചർച്ചുമൊക്കെ വളരെ അടുത്ത് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരെയൊന്നും അത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ലോകത്തിന് പ്രചരിപ്പിക്കേണ്ട വിഷയങ്ങളിൽപ്പെട്ടതാണ്. അവരുടെ കീഴടക്കവും മുസ്ലിങ്ങൾ അവരോട് പെരുമാറിയതും 3-4 മാസത്തിൻ്റെ ഉപരോധത്തിന് ശേഷവും കീഴടങ്ങാൻ അവർ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ചെയ്തത്. ഞങ്ങൾ കീഴടങ്ങിക്കോളാം എന്ന് പറയുന്നത്. എന്നാലും വിശ്വാസികൾ അത് അംഗീകരിക്കുകയും അവരെ കൊല്ലാതെയും അവരുടെ സ്വത്തിനും അഭിമാനത്തിനും ക്ഷതം വരുത്താതെയും അവരെ വിട്ടുവെന്നത്. ഇതാണ് ദമസ്കസിൻ്റെ കീഴടങ്ങൽ. അതിനുശേഷം പിന്നീട് മുസ്ലിങ്ങൾക്ക് കാര്യമായ പ്രതിരോധം ഷാമിലുണ്ടായിട്ടില്ല. അവരുടെ മുന്നേറ്റമായിരുന്നു. ആദ്യമായി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെയ്തത് നേരത്തെ പാലം വലിച്ച ആളുകളെ, നേരത്തെ ദമസ്കസിനെ ഉപരോധിക്കാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് വലതുഭാഗത്തുനിന്നും ഇടതുഭാഗത്തും വന്ന ആളുകളുണ്ടല്ലോ, അവരെ നേരിടാൻ വേണ്ടി ആദ്യമായി ഫലസ്തീനിലേക്ക്, അവിടെ ഉണ്ടായിരുന്ന ഫിഹിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സൈനിക നീക്കം നടത്തി. അവിടെ ശക്തമായ പ്രതിരോധം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. മുസ്ലിങ്ങൾക്കും അവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ സൈനിക താവളം ഉണ്ടായ കാരണത്താൽ തന്നെ പട്ടാളക്കാരവിടെ ഉണ്ടായിരുന്നു. അവരുടെ സൈനിക തലവൻ സിക്ലാബ് എന്ന് പറയുന്ന അർമീനിയക്കാരനായിരുന്നു. അയാളുടെ നേതൃത്വത്തിലുള്ള സൈന്യവുമായി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ഏറ്റുമുട്ടുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തവാന്മാരായ 2 സൈനിക ക്യാമ്പുകളായിരുന്നു. ഒന്ന് ഫലസ്തീനിലുള്ളതും മറ്റൊന്ന് അന്താക്കിയയിലുള്ളതും. ഈ ഫലസ്തീനിലുണ്ടായിരുന്ന സൈനിക വിഭാഗങ്ങളിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആ യുദ്ധത്തിൽ, ഫിഹിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതോടുകൂടി അവരുടെ സൈനിക പ്രതിരോധം ഫലസ്തീൻ ഭാഗത്തുള്ളത് അവസാനിച്ചു. ബാക്കിയുള്ള ആളുകൾക്ക് ജിസിയ സ്വീകരിച്ചുകൊണ്ട് അവരെ ജീവിക്കാൻ വിടുക, അതാണ് മുസ്ലിങ്ങൾ ചെയ്തത്. പിന്നീട് അതിന് മുകളിലുള്ള ഹിംസിലേക്കാണ് മുസ്ലിം സൈന്യം മുന്നേറിയത്, വടക്കോട്ട്. അതായത് യർമൂക്ക്, പിന്നീട് ദമസ്കസ്, അതിനുശേഷം ഹിംസിലായിരുന്നു അന്താക്കിയയിൽ നിന്ന് വന്ന സൈനിക വിഭാഗം തമ്പടിച്ചിരുന്നത്. ഹിംസിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുമ്പ് ദമസ്കസിലും അതേപോലെ ഫിഹിലും യർമൂക്കിലുമൊക്കെ നടന്ന അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ യുദ്ധമില്ലാതെ തന്നെ അവർ കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിക്കുകയും അവരിൽ നിന്ന് കപ്പം സ്വീകരിച്ചുകൊണ്ട് അവരെ യുദ്ധമില്ലാതെ തന്നെ ആ നാടുകൾ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങുകയുമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ആലപ്പോയിലേക്കാണ് ഇസ്ലാമിക സൈന്യം നീങ്ങിയത്. ആലപ്പോ വലതുഭാഗത്താണ്. അന്താക്കിയ അതിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ്, കടലിനോട് ചേർന്ന ഭാഗമാണ് അന്താക്കിയ എന്നറിയുന്ന സ്ഥലം. ഹലബ് എന്നാണ് അറബിയിൽ ആലപ്പോക്ക് പറയാറുള്ളത്. ഹലബിന് തൊട്ട് മുമ്പുള്ള പ്രദേശമാണ് കന്നിസ്രീൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ സ്ഥലം. അവിടെയായിരുന്നു വലിയ അവരുടെ സൈന്യം തമ്പടിച്ചിരുന്നത്. അതേപോലെ തന്നെ വലിയ കോട്ടകളും ആളുകളും താമസിച്ചിരുന്ന പ്രദേശമായിരുന്നത്. അവിടെ വിശ്വാസികൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു. അവർ കോട്ടയിൽ കയറി നേരത്തെ ദമസ്കസിലൊക്കെ ചെയ്തതുപോലെ തന്നെ
കോട്ടയിൽ കയറി ഒളിച്ചു. മുസ്ലിങ്ങൾ ഉപരോധിച്ചുകൊണ്ട് അവിടെയും മാസങ്ങളോളം കഴിച്ചുകൂട്ടി. കടുത്ത മഞ്ഞ് വീഴ്ചയിൽ പല സഹായിമാർക്കും പ്രയാസം നേരിട്ടു. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കോട്ടയിലുള്ള ആളുകൾ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഞ്ഞുവീഴ്ചയിൽ പ്രയാസപ്പെട്ടിരുന്നു. റോമൻ പട്ടാളക്കാർ വിശ്വാസികൾക്കും അതേപോലെ തന്നെ അത്രയല്ലെങ്കിലും പ്രയാസം നേരിട്ടതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ കോട്ടയിൽ കയറി വാതിലടച്ചപ്പോൾ ഉപരോധം നീണ്ട സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അവരെ നോക്കി പ്രഖ്യാപിച്ചതാണ്, നിങ്ങൾ കോട്ടയിൽ കയറിയല്ല, ആകാശത്ത് കയറി മാനത്തിൻ്റെ വാതിലടച്ചാൽ ഒന്നുകിൽ അള്ളാഹു ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ഉയർത്തും, അതല്ലെങ്കിൽ മഴ വർഷിപ്പിച്ച് നിങ്ങളെ ഞങ്ങളുടെ മുന്നിലേക്ക് വീഴ്ത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടതോടുകൂടി അവർ കീഴടങ്ങാൻ സന്നദ്ധരാവുകയും സ്വല്പം അസ്വാരസ്യങ്ങൾക്ക് ശേഷം, ഏറ്റുമുട്ടലിന് ശേഷം അവർ കീഴടങ്ങുകയുമാണ് ചെയ്തത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യർഹമല്ലാഹു അബൂബക്കർ കാന അഅലമു ബിർരിജാലി മിന്നി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, എന്നേക്കാൾ വ്യക്തികളെ തിരിച്ചറിയുന്ന വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ സൈനിക കമാൻഡറാക്കിയത് കാരണത്തിൽ അല്പമൊക്കെ നീരസുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പിരിച്ചുവിടാത്തതിലും ഉമർ റളിയല്ലാഹു അൻഹുവിന് നീരസുണ്ടായിരുന്നു. യമാമ യുദ്ധത്തിൽ മുസൈലിമയുമായുള്ള സംഘടനത്തിലൊക്കെ. ആ കാരണം അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി ഇന്നി ലം അഅ്സിൽഹു അൻ റീബത്തിൻ. ജനങ്ങളെ നിങ്ങൾ അറിയുക, എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിൽ ആയിരുന്നില്ല ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. വലാകിൻ ഖശീതു അൻ യുവക്കല നാസു ഇലൈഹി. ജനങ്ങളെല്ലാം ഖാലിദ് ഉണ്ടായതുകൊണ്ടാണ് വിജയിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം ഖാലിദ് ബിൻ വലീദിൽ തവക്കുലാക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും എന്ന് ഭയപ്പെട്ട കാരണത്താലാണ് ഞാൻ അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. അദ്ദേഹത്തിനെതിരിൽ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ പകയോ വിദ്വേഷമോ ഇല്ല, എന്തെങ്കിലും കൊള്ളരുതായ്മയോ വഞ്ചനയോ അദ്ദേഹം കാണിച്ചിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ മസ്ജിദ് നബവിയിൽ വെച്ച് പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഹംസിൽ നിന്ന് അന്താക്യയിലേക്ക് പോവുകയും അവിടെ നിന്ന് എന്നേക്കുമായി വിടവാങ്ങുന്നതിന് മുന്നോടിയായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഹിറക്കൽ ചക്രവർത്തി പോവുകയും ചെയ്തു. അദ്ദേഹം സിറിയയെ ഏത് സമയത്തും ഷാമിലേക്ക് വരുമ്പോൾ മുസ്ലിങ്ങളുടെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമൊക്കെ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിനും ഹംസിനും അന്താക്യയ്ക്കും അതേപോലെ ആലപ്പോക്കും ഒക്കെ ഇടയിലായിരുന്നു സഞ്ചരിക്കാറുണ്ടായിരുന്നത്. അയാൾ ബൈത്തുൽ മുഖദ്ദസിനെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സലാമുൻ അലാ സൂരിയ, നിനക്ക് വിട, ഇനി മടക്കമില്ലാത്ത യാത്രയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇനി തിരിച്ചു വരാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, എനിക്കെന്നല്ല റോമിലെ ഒരാൾക്കും ഈ മണ്ണിൽ ഇനി ദജ്ജാൽ വരുന്നതുവരെ പ്രവേശനമുണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഹിറക്കൽ ചക്രവർത്തി അവിടെ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പിൻവാങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദത്തം പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തെ പോലെ തന്നെ ഹിറക്കൽ ചക്രവർത്തിയുടെ പതനത്തെ സംബന്ധിച്ചും റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, ഇദാ ഹലക കിസ്റ ഫലാ കിസ്റ ബഅദഹു. കിസ്റ നശിച്ചാൽ പിന്നെ കിസ്റയില്ല, കൈസർ നശിച്ചാൽ പിന്നെ വേറൊരു കൈസറില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് കീറിക്കളഞ്ഞ സമയത്ത് റസൂൽ പറഞ്ഞിരുന്നു, പേർഷ്യൻ ചക്രവർത്തിയെ സംബന്ധിച്ച് അയാളുടെ സാമ്രാജ്യത്തെ അല്ലാഹു എൻ്റെ കത്ത് കീറിക്കളഞ്ഞതുപോലെ പിച്ചു ചീന്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ അത് പുലർന്നു. എന്നാൽ ഹിറക്കൽ ചക്രവർത്തിയും അതേപോലെ തന്നെ ഈജിപ്തിലുണ്ടായിരുന്ന മുക്കൗക്കിസുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിനെ ആദരിക്കുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തവരാണ്. ഹിറക്കലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിനെ തോൽപ്പിച്ച നേർച്ച കൂട്ടാൻ വേണ്ടി കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ഹിംസിൽ നിന്ന് ഈലിയായിലേക്ക് ഫലസ്തീനിലേക്ക് ഹജ്ജ് നടന്നുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ ലെറ്റർ അദ്ദേഹത്തിന് കിട്ടുന്നത് ഹിംസിൽ വെച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത്. ആ സമയത്ത് അദ്ദേഹം പാതിരിമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്ത്? അവരെല്ലാവരെയും ഒരു ഹാളിൽ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് പറഞ്ഞു, മക്കയിൽ വന്നിട്ടുള്ള മുഹമ്മദിൽ നമ്മൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞത്, കാട്ട് കഴുതകൾ അലറും പോലെ അവിടെയുള്ള പാതിരിമാരെല്ലാം അലറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആധിപത്യം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി. അയാളങ്ങനെ ആളുകളെ ഒരുമിച്ച് കൂട്ടാനും ചോദിക്കാനുണ്ടായിരുന്ന കാരണം ഈ കത്ത് ലഭിച്ച അന്ന് തന്നെ അയാൾ റോമിലേക്ക് കത്തെഴുതിയിരുന്നു. ഹിറക്കൽ ചക്രവർത്തി തന്നെയും ഒരു പാതിരിയായിരുന്നു, അവരുടെ വേദം പഠിച്ച പണ്ഡിതൻ കൂടിയായിരുന്നു ഹിറക്കൽ ചക്രവർത്തി. അയാളുടെ അതേ തുല്യ പദവിയിലുള്ള പാതിരി റോമിലുണ്ടായിരുന്നു. അയാൾക്ക് കത്തെഴുതിയിരുന്നു, എന്താണ് മുഹമ്മദിൻ്റെ യാഥാർത്ഥ്യം. അയാൾ പറഞ്ഞ മറുപടി എന്താണ്?
അദ്ദേഹം സത്യപ്രവാചകനാണ് എന്ന മറുപടിയാണ് ഹിംസിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്ക് ഹിറക്കൽ ചക്രവർത്തിക്ക് ലഭിച്ചത്. ആ കാരണം കൂടിയാണ് അവിടെ ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ അദ്ദേഹത്തിന് പ്രേരണ ഉണ്ടായത്. ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ തടി രക്ഷപ്പെടുത്തി. എന്നാൽ റോമിലുണ്ടായിരുന്ന പാതിരി ഇതേപോലെ അവിടെ ആളുകളെ വിളിച്ചുകൂട്ടി, നിങ്ങളെല്ലാവരും മുഹമ്മദിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? ആ പാതിരിയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് പറയുകയുണ്ടായതാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനം പോലെ തന്നെ അവരുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, അഹ്സാബ് യുദ്ധവേളയിൽ ഖന്തക്കിൽ കിടങ്ങി ഒഴിക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് പൊട്ടിക്കാൻ പറ്റാത്ത പാറയെ ഒന്നാമതായി പൊട്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഖജനാവുകൾ ഇപ്പോൾ ഞാൻ കാണുന്നു. വീണ്ടും അടിച്ചു. ആ സമയത്ത് പാറ പൊട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു, റോമക്കാരുടെ ചുവന്ന കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു എന്ന് പറയുകയും പേർഷ്യയും അതേപോലെ തന്നെ റോമൊക്കെ കീഴ്പ്പെടുത്തുന്ന സന്തോഷവാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ആ രൂപത്തിൽ തന്നെ അത് പൂർണ്ണമായി വിശ്വാസികൾക്ക് കീഴൊതുങ്ങുകയും ചെയ്ത ചരിത്രമാണ് പിന്നീട് ഓരോ പ്രദേശങ്ങളും. അതിനുശേഷം വിശ്വാസികൾക്ക് പ്രതിരോധം തീർത്ത പ്രദേശങ്ങളിലൊക്കെ സഹാബിമാർ സൈനിക നീക്കം നടത്തി. ആ കൂട്ടത്തിലൊന്ന് ബയലബക്കാണ്. ഇന്നത് ലബനാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ക്ഷേത്രവും കാര്യമൊക്കെ നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു ബയലബക്ക് എന്ന് പറയുന്നത്. അവിടെ പ്രതിരോധമില്ലാതെ തന്നെ കീഴടങ്ങിയ പ്രദേശമാണ്. അതിനുശേഷം അവർ അന്താക്കിയയിലേക്ക് പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അന്താക്കിയ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ആ പേര് വീഴാനുള്ള, അവിടെ വെച്ചാണ് അവർക്ക് ആ പേര് വീണത്. അതേപോലെ തന്നെ പ്രതിരോധമില്ലാതെ തന്നെ അന്താക്കിയ വിശ്വാസികൾക്ക് കീഴൊതുങ്ങിയിരുന്നു. അല്പസ്വല്പം യുദ്ധവും അമ്പെയ്ത്തൊക്കെ നേരിട്ടതിന് ശേഷമാണ് വലിയ പ്രതിരോധമില്ലെങ്കിലും യുദ്ധമല്ലെങ്കിലും വിശ്വാസികൾക്ക് ആ പ്രദേശം കീഴടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹലബ്, അതിൻ്റെ വലതുഭാഗത്തുള്ള, അതായത് ഹെംസിൻ്റെ വലതുഭാഗത്തുള്ള പാൽമിറ എന്ന് പറയുന്ന പ്രദേശം, അത് അറബിയിൽ പറയാറുള്ളത് തദമ്മുർ എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് അൽ അഖീദത്തു തദമ്മുരിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതായത് ദമസ്കസിൽ ജീവിച്ചിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് തദമ്മുറിലെ പാൽമിറക്കാരായ ആളുകൾ വന്നുകൊണ്ട് അഖീദ പഠിക്കാൻ ഞങ്ങൾക്കൊന്ന് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ദുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ എഴുതിയ ഗ്രന്ഥമാണ് അൽ അഖീദത്തു തദമ്മുരിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന കൊച്ചു കൃതി. വളരെ വിശദമായി തന്നെ അഖീദ പ്രതിപാദിക്കുന്ന ആ ഗ്രന്ഥം. ഇതാണ് പാൽമിറ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. AD 300 ഉണ്ടായ വലിയ ഭൂകമ്പവും അതേപോലെ യുദ്ധങ്ങളിലൊക്കെ തകർന്നടിഞ്ഞ പ്രദേശമാണ്. മുസ്ലിങ്ങളുടെ കയ്യാലല്ല ആ പ്രദേശം നശിച്ചിട്ടുള്ളത്. പക്ഷേ അതിനും 10,000 വർഷം മുമ്പ് തന്നെ വലിയ മനുഷ്യ നാഗരികത നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു തദമ്മുർ എന്ന പേരിൽ അറിയപ്പെടുന്ന പാൽമിറ. ഇന്നും ആ പ്രദേശങ്ങളിൽ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും. വലിയ കോട്ടകളും അതേപോലെ എടുപ്പുകളും, മനുഷ്യന്മാർക്ക് ആധുനിക കാലഘട്ടത്തിൽ പോലും പണിയാൻ പറ്റാത്ത തരത്തിലുള്ള കോട്ടകളൊക്കെ പണിത ആളുകളായിരുന്നു. ഇത് കൃത്രിമമായി നിർമ്മിച്ച മലയുടെ പുറത്തുണ്ടാക്കിയ ഹലബിലെ കോട്ടയാണ്. ഹലബിൽ ഈ അവസാനം കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പുള്ളത് പാൽമിറയിലാണ്. പാൽമിറയിലെ അല്പം ഭാഗങ്ങളാണ് ആ കോട്ടകളൊക്കെ. അതെല്ലാം മുസ്ലിങ്ങൾ കീഴടക്കുകയും ഇസ്ലാമിക നാടുകളായി മാറുകയും ചെയ്തതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. പറയത്തക്ക ചെറുത്ത് നിൽപ്പുകളൊന്നും ആ പ്രദേശങ്ങളുണ്ടായിരുന്നില്ല. പിന്നീട് ഫലസ്തീനിലേക്ക് മുസ്ലിങ്ങൾ തിരിച്ചു വരികയും അവിടെ വെച്ചാണ് അവസാനമായി മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് കീഴടങ്ങുകയും ചെയ്യുന്നത്. ഇവരുടെയൊക്കെ കാര്യം തീരുമാനിച്ചതിന് ശേഷമാണ് മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയത്. അതിനു മുമ്പ് അവർ ലബനാനിലൂടെയാണ് ഫലസ്തീനിലേക്ക് വന്നത്. ആ പ്രദേശങ്ങളിലൊക്കെയുള്ള സമതല പ്രദേശങ്ങളിലൂടെയായിരുന്നു വിശ്വാസികളുടെ മുസ്ലിം സൈന്യത്തിൻ്റെ നീക്കമുണ്ടായിരുന്നത്. അഹ്ലു കിതാബിൻ്റെ ആളുകളായ കാരണത്താലും മിക്ക സ്ഥലങ്ങളിലും യുദ്ധമില്ലാതെ കീഴടങ്ങിയ കാരണത്താലുമൊക്കെ അവരിലെ ഭൂരിഭാഗം ആളുകളെയും, താല്പര്യമുള്ള ആളുകളെ മുസ്ലിമാവാൻ ഇസ്ലാമായി അവർ സ്വീകരിച്ചു. ബാക്കിയുള്ള ആളുകളെ ജിസിയ വാങ്ങിക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പടയാളികളെപ്പോലും കൊല്ലാതെ വെറുതെ വിടുകയായിരുന്നു മുസ്ലിങ്ങൾ ചെയ്തത്. ആ നന്മക്കുള്ള പ്രതിഫലമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ വിധ്വംസ പ്രവർത്തനവും 5-ാം പത്തിപ്പണിയും നടത്തുന്ന ആരാണ്?
പ്രത്യേകിച്ച് ലബനാൻ, അവരുടെ ഏറ്റവും വലിയ സങ്കേതമായിരുന്നു ലബനാൻ, ബയലബക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ലോകത്ത് ഏത് കാലത്തും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള അട്ടിമറി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു അവിടെയൊക്കെ ജീവിച്ചിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അറബികളുടെ ഭാഷ സംസാരിച്ച് അറബികളിൽപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വിശ്വാസികളായ ആളുകളെ, മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ ഫിത്ന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇതോടുകൂടി മുസ്ലിങ്ങൾക്ക് ഷാം രാജ്യങ്ങൾ പൂർണ്ണമായി അധീനതയിൽ കൊണ്ടുവരാൻ സാധിച്ചു. ബാക്കിയുള്ളത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ കീഴടങ്ങലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ആ വിഷയം പറയുവാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ദൗറയിലെ ക്ലാസ്സുകൾ കേൾക്കുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അതിലും സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നാഫിയായ ഇൽമ് പറയുവാനും പ്രചരിപ്പിക്കുവാനും ഹക്കായി മനസ്സിലാക്കുവാനും അത് പിന്തുടരുവാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുർക്കിയിൽ നിന്ന് ബൾഗേറിയയാണ് ഇവിടെ ഉള്ളത്. റുമാനിയ, അതേപോലെ സെർബിയ, ഈ രാജ്യങ്ങളാണ്. യൂറോപ്പിൻ്റെ ബാൾക്കൻ റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്ന ഉക്രൈനിയ, റഷ്യയൊക്കെ ഉള്ളത് ഈ പ്രദേശത്താണ്. ഇത് തുർക്കിയാണ്. തുർക്കിയിൽ നിന്ന് ബൾഗേറിയയിലേക്ക് കടക്കുന്ന ഈ ചെറിയ കടലിടുക്കിലൂടെയാണ് അല്ലെങ്കിൽ കരയിലൂടെയാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത്. ആ സ്ഥലത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും, അതേപോലെ മുസ്ലിങ്ങൾ ഇറ്റലിയുടെ തലസ്ഥാനമായ റോം കീഴടക്കും എന്ന കാര്യം. അത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് 800 വർഷത്തിന് ശേഷമാണ്. പിന്നീട് ഇന്നും കീഴടങ്ങാത്ത പ്രദേശമാണ് റോം. ഒരു കാര്യം 800 വർഷത്തിന് ശേഷമാണ് കീഴടങ്ങിയതെങ്കിൽ പിന്നീട് ബാക്കിയുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ 800 വർഷമായിട്ടില്ല. ഏതായിരുന്നാലും മുസ്ലിങ്ങളത് കീഴടക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം പുലരുക തന്നെ ചെയ്യും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും. സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ് എന്നറിയുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് അൽ ഫാത്തിഹ് എന്ന സൈനിക കമാൻഡറാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല നേതാവും ഏറ്റവും നല്ല സൈന്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ഭാഗ്യം ലഭിച്ചത് ഈ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണാധികാരികൾക്കാണ്. ആ കാലഘട്ടത്തിൽ അവരങ്ങനെ തന്നെയായിരുന്നു. തുർക്കി സാമ്രാജ്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അവർ വിഗ്രഹാരാധകരും ഖബർ പൂജകരുമായി പരിണമിച്ചത്. അതോടുകൂടി അവരുടെ രാജ്യത്തെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ തൗഹീദിൻ്റെ സംരക്ഷകരായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.